നമ്മൾ ഇനി പോകുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്കും മൈനസിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ വാഹനത്തിന്റെ വൈപ്പർ ടാങ്കിനകത്തേക്ക് നമ്മൾ കുറച്ച് മദ്യം ഒഴിക്കേണ്ടായി. സ്നോയിൽ ഏറ്റവും ഡേഞ്ചർ നമ്മൾ എപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നോ അവിടെയാണ് ഏറ്റവും ഡേഞ്ചർ വരുന്നത്. ബാരിക്കേഡിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബാരിക്കേഡിലേക്ക് നിങ്ങൾ ഹിറ്റ് ചെയ്യരുത്. നിങ്ങൾ നേരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പാറയിലൊക്കെ ചുമരിലൊക്കെ ഹിറ്റ് ചെയ്തിട്ട് വണ്ടി നിർത്തണം. നമ്മൾ പുറകിൽ വന്നിരുന്ന ഒരു ജിംനി വാഹനം ബ്രേക്ക് നഷ്ടപ്പെടുകയും ബാരിക്കേഡിലേക്ക് വാഹനം ഇടിച്ച് ആണ് നിർത്തിയത്. ചണ്ഡീഗറിന് നമ്മൾ കുഫ്രിയിലേക്ക് യാത്ര പുറപ്പെടുന്ന സമയത്ത് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര മുന്നോട്ട് പോകുന്ന സമയത്ത് വെൽക്കം ടു ഹിമാചൽ എന്നുള്ളൊരു ബോർഡ് കണ്ടു. ഈ ബോർഡ് കണ്ട സമയത്ത് തന്നെ നമുക്ക് വളരെ സന്തോഷമായി. നമ്മളൊരു സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തി എന്നുള്ളൊരു ഫീല് നമുക്ക് വന്നു. എന്തായാലും യാത്ര നമ്മൾ മുന്നോട്ട് ഷിംലയും കവർ ചെയ്ത് നമുക്ക് എത്തേണ്ട കുഫ്രിയിലായിരുന്നു. അവിടെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. 14-ാം തീയതി നമ്മൾ കുഫ്രിയിലെത്തി. നമുക്ക് ശരിക്കും 15-ാം തീയതിയാണ് അവിടെ എത്തേണ്ടത്. പക്ഷെ നമ്മൾ ഒരു ദിവസം തന്നെ നേരത്തെ എത്തി. നമ്മൾ ഈ വിന്റർ എക്സ്പെഡിഷന് സ്റ്റാർട്ട് ചെയ്യുന്നത് 17-ാം തീയതിയാണ്. പക്ഷെ അതിന് മുമ്പുള്ള ഈ 15-16 ദിവസങ്ങളിൽ നമുക്ക് ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും അതിന് വേണ്ട പ്രിക്കോഷനും അതിൻ്റെ സ്കൂട്ടിങ്ങുമാണ് നടക്കുന്നത്. അങ്ങനെ 15-ാം തീയതി ഈ എല്ലാ വാഹനങ്ങളും, ഇന്ത്യയിൽ നിന്ന് വന്ന 84 വാഹനങ്ങളും ഈ 193 ആളുകളും ഒരുമിച്ച് കുഫ്രിയിലുള്ള ഒരു അഡ്വഞ്ചർ പാർക്കുണ്ട്. ഈ പാർക്കിലാണ് നമുക്ക് നമ്മളെ മീറ്റപ്പ് പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 15-ാം തീയതി മോർണിംഗിൽ എല്ലാവരും മീറ്റപ്പിൽ പോയിന്റിൽ എത്തിച്ചേർന്നു. എല്ലാ വാഹനങ്ങളും അവിടെ അണിനിരന്നു. എല്ലാ കാറ്റഗറിയിലുള്ള 4x4 വെഹിക്കിളും അന്ന് അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷൻ ആയിരുന്നു. നമ്മളെ പേരും കാര്യങ്ങളും അതുപോലെ നമ്മളെ ഫോട്ടോ പ്രൂഫുകൾ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒറിജിനൽ കണ്ട് നമ്മൾ വെരിഫൈ ചെയ്തിട്ട് അവിടെ കൊടുക്കണം. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. രജിസ്ട്രേഷനിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വെഹിക്കിളിന് ഓരോ നമ്പറാണ് നമ്മൾ രജിസ്ട്രേഷൻ. എൻ്റെ വാഹനത്തിൻ്റെ 306 ആയിരുന്നു. അതായത് ഈ 84 വാഹനങ്ങൾ ഒരുമിച്ച് ഹിമാചലിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആ ഹിമാചൽ മൊത്തം ബ്ലോക്ക് ആയിരിക്കും. കാരണം അങ്ങനത്തെ ഒരു നാരോ ഉള്ള സ്ഥലങ്ങളിൽ ഈ മലഞ്ചേരിയുടെ പോകുമ്പോൾ ഹിമാചൽ മൊത്തം ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 84 വാഹനങ്ങളെ 3 കോൺവേ ആയിട്ട് അവർ സ്പ്ലിറ്റ് ചെയ്ത് 28 വാഹനങ്ങളിൽ. അങ്ങനെ 3ാമത്തെ കോൺവേയിലായിരുന്നു നമ്മളുള്ള കേരള ടീമും കർണാടകയിൽ നിന്ന് വന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു, 28 പേരിൽ. അങ്ങനെ നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇവരൊരു കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കിറ്റിൽ നമ്മളെ യാത്രയിൽ ഏറ്റവും നമ്മളെ ലൈഫ് ലൈൻ ആയിട്ടുള്ള വാക്കി ടോക്കിയാണ്. നമുക്ക് മൊബൈലോ മറ്റുള്ള കാര്യങ്ങളൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒരുമിച്ച് ഇത്രയും കോൺവേകൾ 84 വാഹനങ്ങളിൽ ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഒരേ മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വാക്കി ടോക്കിയാണ് ഉപയോഗിക്കുന്നത്. അത് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്നോയിലൂടെയും ബ്ലാക്ക് ഐസിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ സ്നോ ചെയിൻ ആവശ്യമായിട്ട് വരും. അതും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം വെഹിക്കിളിൻ്റെ ഒരു സ്കൂട്ടിംഗ് ഉണ്ട്. ഒരു ചെക്ക് ലിസ്റ്റ് നമുക്ക് ആൾറെഡി അയച്ചു തന്നിട്ടുണ്ട്. ഈ ചെക്ക് ലിസ്റ്റ് പ്രകാരം നമ്മളെ വാഹനം നമ്മൾ തയ്യാറാക്കിയിരിക്കണം. ഇത് ഇവർ ഫിസിക്കലി ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് സ്നോയിൽ, നമുക്ക് ആദ്യമായിട്ടാണല്ലോ സ്നോയിൽ നമ്മൾ വാഹനം ഓടിക്കുന്നത്. അപ്പോൾ സ്നോയിൽ എങ്ങനെ വാഹനം ഓടിക്കുക എന്നുള്ളത് നമുക്ക് അവർ ട്രെയിനിങ് തരുന്നുണ്ട്. സ്നോയിൽ കൂടി നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് നമ്മളാകെ ആക്സിലേറ്ററും ക്ലച്ചും മാത്രം ഉള്ളൂ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ബ്രേക്ക് എന്നുള്ള കാര്യം നമ്മൾ മറക്കണം. കാരണം സ്നോയിൽ ഏറ്റവും ഡേഞ്ചർ നമ്മൾ എപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നോ അവിടെയാണ് ഏറ്റവും ഡേഞ്ചർ വരുന്നത്. ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ നമ്മൾ റിവേഴ്സ് ഗിയറിൽ ഹാഫ് ക്ലച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വാഹനം നമ്മൾ മൊമെൻറ്റത്തിൽ നിർത്തിയിട്ട് വണ്ടി മൂവ് ചെയ്യാതെ നിർത്തുന്ന ഒരു ടെക്നിക്കാണ് അവർ നമുക്കന്ന് ട്രെയിൻ ചെയ്ത് തന്നത്. ട്രെയിനിങ് കഴിഞ്ഞു. നമ്മൾ ആ ദിവസം നമ്മൾ നേരെ റൂമിലോട്ട് പോയി. നെക്സ്റ്റ് ഡേ 16th നമ്മൾ എല്ലാ യാത്രികരും ഒരിക്കൽ കൂടി ഒരുമിച്ച് കൂടി. അതിൽ നമ്മൾ ഒഫീഷ്യൽസ് ഈ യാത്രയെ കുറിച്ചുള്ള നമുക്കൊരു ബ്രീഫ് തന്നു. അത് കഴിഞ്ഞ ശേഷം അവർ നമുക്ക് നല്ലൊരു ഗ്രാൻഡ് ഫുഡൊക്കെ തന്നിട്ട് ഒരു ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ബൈക്ക് സ്റ്റണ്ടും കാർ സ്റ്റണ്ടും ഒക്കെ നടക്കുന്ന അഡ്വഞ്ചർ ആക്ടിവിറ്റി ഒക്കെ ഉള്ള ഒരു ടീം വന്ന് അവിടെ വലിയൊരു നമുക്ക് വേണ്ടിയിട്ടൊരു ഷോ അവർ അറേഞ്ച് ചെയ്തിരുന്നു. ഈവനിങ്ങിൽ വലിയൊരു പാർട്ടി ഉണ്ടായിരുന്നു.
ഒരുപാട് പാട്ടുകളും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ദിവസം വളരെ ചില്ലായിട്ട് അവസാനിച്ചു. എല്ലാവരും അവിടുന്ന് പിരിഞ്ഞു. നെക്സ്റ്റ് ഡേ 17th നമ്മൾ വിൻ്റർ എക്സ്പെഡിഷന് സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ ഫ്ലാഗ് ഓഫ് ഉണ്ടായിരുന്നു, മീഡിയ ടീമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ 9 മണിക്കാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഈ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ മൊത്തം ടീമിനെ 3 കോൺവേ ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഒരു കോൺവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺവേക്ക് ഏറ്റവും കോൺവേനെ ലീഡ് ചെയ്യുന്ന ലീഡിങ് വെഹിക്കിൾ ഉണ്ടാവും ഏറ്റവും ഫ്രണ്ടിൽ. ഇതിൻ്റെ പുറകെയായിട്ട് മറ്റുള്ള വാഹനങ്ങൾ, ഏറ്റവും പുറകിൽ സ്വീപ്പ് വെഹിക്കിൾ. ലീഡിങ് വെഹിക്കിളും സ്വീപ്പ് വെഹിക്കിളിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും ഇത്രയും വാഹനങ്ങൾ പോവുക. ഇതിൻ്റെ റൂള് പ്രകാരം ഒരു വെഹിക്കിൾ, ഇപ്പോൾ എൻ്റെ വണ്ടി 306 ആണ്. ഈ 306 ഒരിക്കലും 305നെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ വളരെ ഡിസിപ്ലിനായിട്ട് നമ്മൾ ആദ്യത്തെ ദിവസത്തെ യാത്ര കുഫ്രിയിൽ നിന്നും രാംപൂരിലേക്കാണ് യാത്ര പുറപ്പെട്ടത്. ഈ യാത്രയിൽ നമുക്ക് വാഹനം നമ്മൾ വളരെ ബ്ലൈൻഡായിട്ട് വാഹനം ഓടിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമ്മൾ കോൺവേയില് നമ്മളെ ലീഡിങ് വെഹിക്കിൾ കൃത്യമായിട്ട് എതിരെ വരുന്ന വാഹനങ്ങളും ഏത് വാഹനം വരുന്നു എന്നുള്ളതും എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും കൃത്യമായിട്ട് തരുന്നതുകൊണ്ട് നമുക്ക് ഒരു എഫേർട്ടും ഇല്ലാതെ വളരെ വേഗത്തിൽ വാഹനം ഓടിക്കാൻ പറ്റും. എന്നെ പോലെ തന്നെ മറ്റുള്ള വാഹനം ഇതേ വേഗതയിൽ തന്നെ വാഹനം ഓടിച്ചിരുന്നത്. പക്ഷെ ഇതിൽ കൊണ്ടുണ്ടായ ഒരു വലിയൊരു വിപത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ രാംപൂർ താഴ്ന്ന സ്ഥലമാണെന്നല്ലോ. അപ്പോൾ നമ്മൾ ഇറക്കങ്ങളും വളരെ സ്ലീപ്പായിട്ടുള്ള ഭാഗങ്ങളാണ് യാത്ര ചെയ്തിരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ പുറകിൽ വന്നിരുന്ന ഒരു ജിംനി വാഹനം, ഒരു കർണാടകയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെടുകയും അദ്ദേഹം ബാരിക്കേഡിലേക്ക് വാഹനം ഇടിച്ച് ആണ് നിർത്തിയത്. അത് വലിയൊരു അപകടം. നമ്മൾ ആദ്യ ദിവസം തന്നെ നമ്മൾ യാത്ര തുടങ്ങി ഒരു 1.5 മണിക്കൂറിൻ്റെ അകത്തുണ്ടായ ഒരു ഇഷ്യൂ ആയിരുന്നു. പിന്നീട് അവിടുന്ന് എല്ലാവരും പിന്നെ സൂക്ഷിച്ചാണ് വാഹനം ഓടിച്ചത്. എന്തായാലും നമ്മൾ രാംപൂരിലേക്ക് നമ്മളെത്തി. രാംപൂർ പുരാതന നമ്മളെ സിൽക്ക് റൂട്ടാണ്. ടിബറ്റിനെ ഇന്ത്യയെയും കണക്ട് ചെയ്യുന്ന ഒരു പ്രധാന ബിസിനസ് ഹബ്ബാണ്. ഇന്നും അത്ര തന്നെയാണ്. വളരെ സജീവമായിട്ട് ബിസിനസ്സും കാര്യങ്ങളും നടക്കുന്ന ഒരു സെറ്റിൽമെൻറ്റ് ഏരിയ കൂടിയാണ് രാംപൂർ. നമുക്ക് അന്ന് നമ്മളവിടെ താമസിച്ചത് രാംപൂരിലെ അല്ലെങ്കിൽ ഹിമാചലിലെ ഒരു റൂളിംഗ് പാലസിലാണ്. അതിനോട് ചേർന്നുള്ള ഒരു ഹോട്ടലായിരുന്നു. ആ ഹോട്ടലിൻ്റെ പേര് പടം എന്നാണ്. വളരെ നല്ല ഭംഗിയുള്ളൊരു ഹോട്ടലായിരുന്നു. അങ്ങനെ ആ രാത്രി നമ്മളവിടെ ആ പാലസിൽ നമ്മൾ അന്തി ഉറങ്ങി. അടുത്ത ദിവസം നമുക്ക് യാത്ര ചെയ്യാനുള്ളത് രാംപൂരിൽ നിന്ന് കാസിയിലോട്ടാണ്. അത് ഏകദേശം 210 കിലോമീറ്ററോളം നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അന്നത്തെ യാത്ര രാവിലെ 7 മണിക്ക് തന്നെ എല്ലാ വാഹനങ്ങളും തയ്യാറാവും പറഞ്ഞു. നമ്മൾ ഇനി പോകുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്കും മൈനസിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ വാഹനത്തിൻ്റെ വൈപ്പർ ടാങ്കിനകത്തേക്ക് നമ്മൾ കുറച്ച് മദ്യം ഒഴിക്കേണ്ടായി. ഇതിനു വേണ്ട മദ്യം നമ്മൾ അവിടുന്ന് വാങ്ങിച്ചിരുന്നു. കാരണം മൈനസിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ വൈപ്പർ ടാങ്കിനകത്ത് വെള്ളം ഐസാവാനും നമുക്ക് സ്നോ വരുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് സ്പിരിറ്റ് വന്നു കഴിഞ്ഞാൽ വെള്ളം കട്ടാവില്ല, നമുക്കിത് യൂസ് ചെയ്യുകയും ചെയ്യാം. അത് ഒരു വല്ലാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു. എന്തായാലും നമ്മുടെ യാത്ര, കാസയിലോട്ടുള്ള യാത്ര നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ടു. അത് വല്ലാത്ത ഒരു ശ്വാസം അടക്കി പിടിച്ചിട്ടുള്ള ഒരു യാത്രയായിരുന്നു. കാരണം നമുക്ക് ഈ ഒരു ടെറൈനിൽ വളരെ ഹാർഡായിട്ടുള്ള സ്ഥലങ്ങളിൽ അതിവേഗത്തിൽ നമുക്ക് പാസ് ചെയ്യും വേണം. കാരണം ഈ വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് നല്ല സ്റ്റോൺ ഷൂട്ടുള്ള സ്ഥലങ്ങളാണ്. ബുള്ളറ്റ് വരുന്ന പോലെ മലമുകളിൽ നിന്ന് ചെറിയ ചെറിയ കല്ലുകൾ വരും. അതുപോലെ തന്നെ പാറ കഷ്ണങ്ങൾ വീഴാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ കൃത്യമായിട്ട് കോൺവേയിൽ നമുക്ക് കോഷൻ ബി അലേർട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കല്ല് വന്ന് വീഴുന്ന സ്ഥലങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മൾ റോഡിൻ്റെ മധ്യഭാഗത്ത് ചെറുതും വലുതുമായിട്ടുള്ള പാറ കഷ്ണങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളൊരു കോ ഡ്രൈവറെ മെയിൻ ഉത്തരവാദിത്തം ഈ സമയത്ത് മുകളിൽ നിന്ന് കല്ല് വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കലാണ്. ഈ യാത്രയിൽ നമ്മൾ പോണ സമയത്ത് നമുക്ക് ഉച്ചഭക്ഷണം കിട്ടിയത് ഒരു വളരെ പ്രത്യേകതയുള്ള സ്ഥലത്തായിരുന്നു. ഒരുപാട് മല മുകളിൽ കയറി ചെന്നിട്ട് ഒരു ഒഴിഞ്ഞ ഒരു സ്ഥലത്ത്, ഒരു എലിപ്പാഡ് പോലുള്ള സ്ഥലത്ത് ഇത്രയും വാഹനങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു ട്രക്കിനകത്ത് ഭക്ഷണം, ഒരു ഹോം സ്റ്റേനകത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഒരു ബുഫറ്റായിട്ട് കഴിച്ച ഒരു രസകരമായ ഒരു അനുഭവമായിരുന്നു. അങ്ങനെ യാത്ര നമ്മൾ രാത്രിയോട് കൂടിയിട്ട് കാസിയിലെത്തി. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18.
ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. കാസയിൽ നിന്ന് നമുക്ക് എന്താ പറയുക, നമ്മൾ വലിയൊരു സ്നോ ഒക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് അവിടെ പോയത്. പക്ഷെ റോഡ്സിലൊക്കെ ചെറിയ ഐസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കാസയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒരു സ്നോ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ അവിടുത്തെ ഒരു കാസയിലൊരു ഹോം സ്റ്റേ ആണുള്ളത്. ഹോം സ്റ്റേയിൽ നമ്മൾ വാഹനമൊക്കെ പാർക്ക് ചെയ്തു. നമ്മളെല്ലാ കേരളത്തിൽ നിന്ന് ഉള്ള 20 പേർക്ക് ഒരുമിച്ചാണ് ഹോം സ്റ്റേ അവർ അറേഞ്ച് ചെയ്ത് തന്നത്. ഹോം സ്റ്റേ എന്ന് അവിടുത്തത് പറയുമ്പോൾ ഒരു കെട്ടിടം, അതിനകത്ത് മിനിമം സൗകര്യങ്ങളുണ്ടാവും. നമ്മൾ ഈ ഹോം സ്റ്റേനകത്ത് നമ്മൾ ഉറങ്ങുന്നൊക്കെ ഒരു സമയത്ത് ആൾറെഡി നമ്മൾ 4-5 ലെയർ ഡ്രസ്സുകളും മൈനസിലുള്ള ജാക്കറ്റുകളൊക്കെ ധരിച്ചിട്ടാണ് നമ്മൾ കിടക്കുന്നത്. അതിൻ്റെ മുകളിൽ 4-5 ബ്ലാങ്കറ്റുകളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത്. എന്നിട്ട് പോലും നമുക്ക് അവിടുത്തെ തണുപ്പ് നമുക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. ഞാൻ നോക്കുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്ന റൂം മുകളിലൊക്കെ മരം കൊണ്ടൊക്കെ ആണ് അതിൻ്റെ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. സൈഡുകളൊക്കെ ഗ്ലാസ് ആണ്. പക്ഷെ ഒരു ഗ്ലാസിൻ്റെ പാളി ചെറുതായിട്ട് ക്രാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു രാത്രിയായ സമയത്ത് ഇതിനകത്തുനിന്ന് തണുത്ത കാറ്റ് നന്നായിട്ട് റൂമിനകത്ത് കയറുന്നുണ്ട്. പക്ഷെ ആ ദിവസം എനിക്ക് തണുപ്പ് ഇത്രയും എക്സ്പീഡ് ആയതുകൊണ്ട് ആ ദിവസം എനിക്ക് ഉറങ്ങാനേ സാധിച്ചില്ല. എങ്ങനെയൊക്കെയോ ഞാൻ നേരം വെളുപ്പിച്ചു എന്ന് വേണം പറയാൻ. അങ്ങനെ ക്ഷീണത്തിൽ എപ്പോഴോ പുലർച്ചെ കുറച്ച് സമയം മാത്രം ഒന്ന് മയങ്ങിയിട്ടുണ്ട്. മയങ്ങി എണീറ്റ് വന്ന് ഞാൻ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കാണാൻ പറ്റിയത്. ഇന്നലെ എനിക്ക് സ്നോഫാൾ കിട്ടിയില്ല എന്നുള്ളൊരു വിഷമത്തിൽ ഇന്ന് ഞാൻ നോക്കുന്ന സമയത്ത് ഹെവി സ്നോഫാളാണ്. എൻ്റെ വാഹനവും നമ്മുടെ ഹോം സ്റ്റേ നിൽക്കുന്ന പരിസരം അതിൻ്റെ സൈഡിലുള്ള മലകളൊക്കെ ഫുള്ള് സ്നോയിൽ നിറഞ്ഞിട്ട് അതിങ്ങനെ വല്ലാത്ത ഒരു വെള്ള പട്ട് വിരിച്ച പോലെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അത് ആ ദിവസത്തെ യാത്രയുടെ തുടക്കമായതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ഊർജം കിട്ടി. അങ്ങനെ നമ്മളെ യാത്ര, അന്നത്തെ ദിവസം യാത്ര നമ്മൾ പുറപ്പെട്ടു. നമ്മൾ ഹോം സ്റ്റേ എന്നൊരു പ്രത്യേക സ്ഥലം അവർ പറയും. ഈ സ്ഥലത്ത് നമ്മളെല്ലാ വെഹിക്കിളും കോൺവേകളുള്ള പല ഭാഗത്തുള്ള ആളുകൾ നമുക്ക് ഒരുമിച്ച് കൂടി. ഇന്ന് നമുക്ക് നല്ല സ്നോ കൂടിയാണ് ഡ്രൈവ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് നമ്മളെ സ്നോ ചെയിൻ യൂസ് ചെയ്യണം. അങ്ങനെ അത് പ്രകാരം നമ്മളെ വണ്ടിയിൽ നമ്മൾ റിസർവ് ചെയ്യുന്ന സ്നോ ചെയിൻ എടുത്തു. സ്നോ ചെയിൻ എടുത്തിട്ട് നമ്മളത് ലോക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്താണ് ശ്രദ്ധിച്ചത് നമ്മൾ ടയർ സൈസിന് ഭാഗമായ സ്നോ ചെയിൻ അല്ല നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് വേറെ സ്പെയറോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതിൽ നമ്മളെ വണ്ടീനെ നമ്മൾ ട്രസ്റ്റ് ചെയ്തു. നമ്മൾ ഈ ഒരു സ്നോ ചെയിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടയറിൻ്റെ പ്രഷർ നമ്മൾ വളരെ താഴോട്ട് കുറച്ചു. നമ്മളൊരു 15 PSI നമ്മൾ പ്രഷർ കുറച്ചിട്ട് നമ്മൾ എന്തായാലും വാഹനം മുന്നോട്ട് പോയി. എന്തായാലും സ്നോ ചെയിൻ ഉള്ള ഒരു കംഫർട്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല. എന്നാലും ഈ ഒരു സാഹചര്യം നമുക്ക് ഓവർകം ചെയ്യാനും ഈ സ്നോയിലൂടെ നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായാലും പിന്നെ നമ്മളത് യൂസ്ഡായി നമുക്ക് നല്ല രീതിയിൽ വാഹനം ഓടിക്കാനുള്ളൊരു കോൺഫിഡൻറ്റ് വന്നു. നമ്മൾ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്ര നമ്മൾ ആ ദിവസം 2 ഡെസ്റ്റിനേഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് ലാങ്സ വില്ലേജ്, രണ്ടാമത് ചിച്ചാം ബ്രിഡ്ജ്. പക്ഷേ ഈ യാത്രകളിൽ നമുക്ക് സ്നോ ചെയിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഹെവി സ്നോയിൽ സ്റ്റക്കാവുന്ന കാര്യം 2 സ്ഥലത്തുണ്ടായി. പക്ഷെ നമ്മൾ റിക്കവറി ടീമും കൂടെ ഉള്ളതൊക്കെ നല്ല കട്ടക്ക് നിന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റി. അടുത്ത ദിവസം നമുക്ക് തിരിച്ച് നമുക്ക് കൽപ്പയിലോട്ടാണ് പോകുന്നത്. കൽപ്പയിലേക്ക് പോകുന്നത് നമ്മൾ രാംപൂരിൽ നിന്ന് കയറി വന്ന അതേ റൂട്ടിൽ തന്നെയാണ് തിരിച്ചു പോകാനുള്ളത്. അതിന് അടുത്ത ദിവസം നമ്മൾ മോർണിംഗിൽ പുറപ്പെട്ടു. പല സ്ഥലങ്ങളും നല്ല ബ്ലാക്ക് ഐസിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. വളരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് വാഹനം ഓടിച്ചത്. എന്തായാലും ടീമും ഇവരെ കോൺവേയിലുള്ള വളരെ ഏത് ഗിയറിൽ നമ്മൾ പോകണം, എങ്ങനെ ഓടിക്കണം എന്നുള്ളതൊക്കെ, സ്നോ ചെയിൻ ഇല്ലാത്തവരെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് ഓരോ സമയങ്ങളും അവർ അലേർട്ട് തന്നിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ട് നമുക്ക് വളരെ സേഫായിട്ട് നമുക്ക് കൽപ്പയിൽ രാത്രിയോട് കൂടിയിട്ട് എത്താൻ പറ്റി. അടുത്ത ദിവസം നമ്മുടെ യാത്ര വരുന്നത്
കൽപ്പയിൽ നിന്നും മണാലിയിലേക്കാണ്. ഈ ദിവസത്തെ യാത്രക്ക് വളരെ പ്രത്യേകത ഉണ്ട്. ഒന്ന്, ഏറ്റവും ദൂരം കവർ ചെയ്യുന്ന 300ഓളം കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത് നമ്മൾ ഈ കവർ ചെയ്യുന്ന ജലോരി പാസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഒരു 4-4.5 കിലോമീറ്റർ ബ്ലാക്ക് ഐസിലൂടെ വാഹനം ഓടിക്കണം. പിന്നെയുള്ള വളരെ നാരോ ആയിട്ടുള്ള വഴിയാണ്. ഈ വഴികളിലൂടെ നമുക്ക് ഈ 84 വാഹനങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യണം. 84 വാഹനങ്ങൾ ഈ ചുരത്തിലൂടെ ഒരുമിച്ച് പോവുകയാണെങ്കിൽ ആ റോഡുകളൊക്കെ ബ്ലോക്കായിരിക്കും. അപ്പോൾ ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 84 വാഹനങ്ങൾക്ക് അവിടുത്തെ ലോക്കൽ വാഹനങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് പോലീസ് എസ്കോർട്ടിൽ ഈ ജലോരി പാസ് വരെ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റി. അങ്ങനെ ജലോരി പാസിൽ നമ്മൾ ഒരു 12 മണി 1 മണി ഉച്ച സമയത്ത് നമുക്ക് അവിടെ എത്തി. പക്ഷേ 1 മണിക്ക് അവിടെ എത്തിയിട്ട് നമ്മൾ ജലോരി പാസ് നമ്മളെ വാഹനം കവർ ചെയ്യുന്നത് രാത്രി 7 മണിക്കാണ്. കാരണം അത്രയും ബ്ലാക്ക് ഐസ് ഉള്ളൊരു സ്ഥലത്ത് വണ്ടി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വലിയൊരു കൊക്കയിലോട്ടാണ് പോകുന്നത്. റൈറ്റ് സൈഡിലാണെങ്കിൽ മലകളിലുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയെന്ന ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വാഹനം അൺകൺട്രോൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഒരിക്കലും ലെഫ്റ്റ് സൈഡിലേക്ക്, ചില സ്ഥലങ്ങൾ ബാരിക്കേഡ് ഉണ്ട്, ബാരിക്കേഡിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബാരിക്കേഡിലേക്ക് നിങ്ങൾ ഹിറ്റ് ചെയ്യരുത്. നിങ്ങൾ നേരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പാറയിലൊക്കെ ചുമരിലൊക്കെ ഹിറ്റ് ചെയ്തിട്ട് വണ്ടി നിർത്തണം. കാരണം വെഹിക്കിൾ നമുക്ക് ഇൻഷുർ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ ആ ഒരു 4.5 കിലോമീറ്റർ ഏകദേശം 1 മണിക്കൂർ എടുത്തിട്ടാണ് കവർ ചെയ്തത്. അതായിരുന്നു എൻ്റെ ഈ യാത്രയിലെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടും ഏറ്റവും ഇതിൻ്റെ ഒരു അഡ്വഞ്ചർ എന്ന് ഒരു വാക്ക് പറയണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തത് ഈ ഭാഗത്തിലൂടെ ആയിരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ മണാലിയിൽ എത്തിയത് രാത്രി 12 മണിയോട് കൂടിയിട്ടാണ്. ഈ ഒരു ദിവസം നമ്മൾ കൽപ്പയിൽ നിന്ന് രാവിലെ 7-8 മണിക്ക് നമ്മൾ യാത്ര പുറപ്പെടുന്നു. രാത്രി 12 മണിക്കാണ് നമ്മൾ മണാലിയിൽ എത്തുന്നത്. അപ്പോൾ ഈ ഒരു ഒറ്റ സ്ട്രക്ചറിലുള്ള യാത്രയിലും നമ്മൾ വെള്ളവും മിനിമം സ്നാക്സും മാത്രമാണ് കഴിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത്. അങ്ങനെ ആ ദിവസം നമ്മളവിടെ അവസാനിച്ചു. നമ്മൾ മണാലിയിൽ നമ്മൾ സ്റ്റേ ചെയ്തു. അടുത്ത ദിവസം നമുക്ക് അറ്റൽ ടണലിലാണ് നമ്മളെ പ്ലാനിങ് ഉള്ളത്. അങ്ങനെ അടുത്ത ദിവസം നമ്മൾ രാവിലെ അറ്റൽ ടണൽ ലക്ഷ്യമാക്കി നമ്മളിത് കോൺവേ തന്നെ നമ്മൾ ചുരം കയറിയിട്ട് യാത്ര പുറപ്പെട്ടു. ചുരം കയറി പകുതി എത്തിയ സമയത്ത് തന്നെ വലിയ ബ്ലോക്കായിരുന്നു. ചുരത്തിൽ 1.5 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ പല ആളുകളും നമുക്ക് ഈ പ്ലാന് മാറ്റാം, മറ്റുള്ള ആക്ടിവിറ്റിയിലേക്ക് പോകും. അവിടെ റാഫ്റ്റിങ്, പാരാഗ്ലൈഡിങ്, ഷോപ്പിംഗ്, അങ്ങനത്തെ പല ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം വന്നപ്പോൾ ആ ദിവസം നമുക്ക് ഫ്രീ ഡേ ആയിട്ട് അവർ അനൗൺസ് ചെയ്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അങ്ങനെ പല ആളുകളും പല രീതിയിൽ പോയി. ആഷിക്ക് പാരാഗ്ലൈഡിങ്ങിന് പോയി, ചില ആളുകൾ ഷോപ്പിങ്ങിന് പോയി. ഞാൻ കഴിഞ്ഞ ദിവസത്തെ യാത്രയുടെ പറഞ്ഞല്ലോ, ബോഡി അത്രയും ടയേർഡ് ആയതുകൊണ്ട് നമുക്ക് ഈവനിങ്ങിൽ നമുക്കൊരു എൻഡ് പാർട്ടിയുണ്ട്, ഈ പാർട്ടിയും പങ്കെടുക്കണം. അങ്ങനെ ഞാൻ തിരിച്ച് ഹോട്ടലിലേക്ക് വന്നിട്ട് അന്ന് റെസ്റ്റ് എടുത്തു. ഈവനിങ്ങിൽ എല്ലാ ആളുകളും നമുക്കവിടെ ഹോട്ടലിലെ ഹാളിൽ എല്ലാവരും ഒത്തുചേർന്നു. ആ ദിവസം എല്ലാവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. ആ സമയത്ത് ആണ് ഒഫീഷ്യൽസ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ സന്തോഷമുള്ളൊരു കാര്യം നമുക്ക് അറിയിച്ചത്. കാരണം നമ്മൾ ഈ ഒരു 84 വാഹനങ്ങൾ 193 ആളുകൾ ഒരുമിച്ചൊരു കോൺവേ ആയിട്ട് ഏഷ്യയിൽ ആദ്യമായിട്ടാണ് സ്പിറ്റി വാലിയിലേക്ക് ഇങ്ങനൊരു യാത്ര പോകുന്നത്, ഇത്രയും വാഹനങ്ങൾ ഒരുമിച്ച്. അപ്പോൾ അത് ആൾറെഡി ഒരു റെക്കോർഡായിട്ടുണ്ട്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഈ ഒരു യാത്ര നമ്മളൊരു 2025 ഈ സ്പിറ്റി വാലി വിൻ്റർ എക്സ്പെഡിഷന് ഒരു വേൾഡ് റെക്കോർഡായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 84 വാഹനങ്ങളിൽ എൻ്റെ വാഹനം ഉൾപ്പെട്ടു, ഞാൻ ഉൾപ്പെട്ടു, ഞാനൊരു വിറ്റ്നസ് ആവാൻ പറ്റി, അതിൻ്റെ ഒരു പാർട്ടാവാൻ പറ്റി. എൻഡ് ഓഫ് ദി ഡേ അത് വലിയൊരു ഗ്രാൻഡ് എൻഡിങ്ങിലോട്ട് പോയി. അങ്ങനെ അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതിന് ശേഷം അന്ന് നൈറ്റിൽ അവിടെ ഹോട്ടലിൽ നിന്നിട്ട് അടുത്ത ദിവസം ഞങ്ങൾ 5:30 തന്നെ കേരളത്തോട്ടുള്ള യാത്ര തിരിച്ചു. അങ്ങനെ ആ യാത്രയുടെ എൻ്റെ ഒരു വലിയൊരു സ്വപ്ന യാത്രയുടെ ഹിമാചലിലെ സ്പിറ്റി വാലി വിൻ്റർ എക്സ്പെഡിഷൻ്റെ യാത്ര അവിടെ അവസാനിക്കുകയാണ്. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പോകുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ യാത്ര ചെയ്യാൻ തയ്യാറാവുക.
അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുക, നിങ്ങൾ അതിനു വേണ്ടി സമയം കണ്ടെത്തുക. അങ്ങനെ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഏത് യാത്രയും ഏത് സ്വപ്നവും നിങ്ങൾക്ക് അത് സാധ്യമാക്കാൻ കഴിയും. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരുപാട് ആളുകൾ നിങ്ങളെ സഹായിക്കാനും നിങ്ങളെ കൂടെ നിൽക്കാനുണ്ടാവും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഞാൻ. എന്തായാലും എൻ്റെ ഈ ഒരു യാത്രാ വിവരണം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.